ഹായ് സുഖല്ലേ. ഇന്ന് പാലക്കാടിൻ്റെ വെളിച്ചെണ്ണ വറളി പ്രത്യേകിച്ച് പറയണത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ. നല്ലൊരു കഷ്ണം മുരിഞ്ഞ വെളിച്ചെണ്ണയിൽ മുരിഞ്ഞ വറളി നല്ല കട്ട തേങ്ങ ചമ്മന്തിയിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടത് പാലക്കാടിൻ്റെ ചുമന്ന മട്ടേരി ആണെങ്കിൽ വളരെ നല്ലതാണ്, ഇല്ലെങ്കിൽ പുഴുങ്ങലേരി കേട്ടോ. അപ്പോൾ ഒരു കപ്പ് പുഴുങ്ങലേരിക്ക് ഒരു കപ്പ് പുഴുങ്ങലേരിക്ക് അര കപ്പ് ഉഴുന്ന്, കറുത്ത ഉഴുന്നാണ് കേട്ടോ നല്ലത്. അത് രണ്ടും കൂടി 5-6 മണിക്കൂർ കുതിരണം. പിന്നെ കടലപ്പരിപ്പ് ഒരു 1/4 കപ്പ്, അത് കുതിർന്നിട്ട് അരയ്ക്കരുത് കേട്ടുള്ളൂ, അത് കുതിർത്തി വെക്കണം നമ്മൾ. അപ്പോൾ ഇതൊരു 5-6 മണിക്കൂർ കുതിർന്ന പുഴുങ്ങലേരി തന്നെ വേണം. പുഴുങ്ങലേരി ഒരു 1/2 കപ്പ് ഉഴുന്നുപരിപ്പ്, ഒരു 1/4 മുറി നമ്മളുടെ തേങ്ങ ചെരുവിയതോ കൊത്തിയതോ, പിന്നെ ഉപ്പ്, ഇതെല്ലാം കൂടി അതിങ്ങനെ തരിവിരാന്ന് അരച്ചെടുക്കണം കേട്ടുള്ളൂ. അപ്പോൾ ഇത് അടത്തട്ടിയുടെയോ അടദോശയുടെ ടേസ്റ്റും അല്ല, മണവും അതല്ല കേട്ടുള്ളൂ, നല്ല ഡിഫറെൻ്റാണ്. കറുത്ത ഉഴുന്നെടുക്കണം, മട്ടേരി എടുക്കണം, മട്ടേരി അല്ലെങ്കിൽ പുഴുങ്ങലേരി കേട്ടോ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിനി നമുക്ക് അതവിടെ ഇരിക്കട്ടെ, ഞാൻ അത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ കുറച്ചുകൂടി സാധനങ്ങൾ ചേർത്താനുണ്ട്, നമുക്ക് വീഡിയോയിൽ മുമ്പിലേക്ക് കാണാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ചമ്മന്തി, കട്ട ചമ്മന്തി അരയ്ക്കണം. അപ്പോൾ നിങ്ങൾ അരയ്ക്കണ സാധാരണ തേങ്ങ ചമ്മന്തി മതി, പക്ഷേ വെളിച്ചെണ്ണ ഒഴിച്ച ചമ്മന്തി വേണം കേട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് തേങ്ങ, ഒരു 2 സ്പൂൺ പൊട്ടുകടല, പൊരികടല, 4-5 വറ്റൽമുളക്, വറമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഉപ്പ്, ഇതെല്ലാം കൂടി ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നല്ലോണം വറുത്തിടില്ല കേട്ടോ, ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കുകയുള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില, ഒരു കറിവേപ്പില ഞാൻ മുകളിൽ വെച്ച് കൊടുക്കും, അത്രയേ ഉള്ളൂ കേട്ടോ, കറിവേപ്പില ഇടണമെന്നില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ചമ്മന്തി നമ്മളുടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ലല്ലോ. കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂട്ടുള്ളൂ. വറളി തന്നെ പല രീതിയിൽ പല ടൈപ്പിൽ ഉണ്ടാക്കാട്ടുള്ളൂ. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു രീതിയാണ്. പുഴുങ്ങലരി, കറുത്ത ഉഴുന്നും കടലപ്പരിപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പരിപ്പ് വേണമെങ്കിലും അതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടുള്ളൂ. പക്ഷേ അരയ്ക്കരുത്, പരിപ്പ് അരക്കില്ല കേട്ടോ, അത് വെറുതെ വെതറി കൊടുക്കുകയുള്ളൂ. ഉഴുന്ന് വറുത്ത് പൊടിച്ചിട്ടും ഈ വറളി ഉണ്ടാക്കണവരുണ്ട്. പച്ചരിയിൽ ഉണ്ടാക്കും, പക്ഷേ പച്ചരിയിൽ ഉണ്ടാക്കരുത് ഈ വറളി, പുഴുങ്ങലേരിയിൽ തന്നെ ഉണ്ടാക്കും കേട്ടുള്ളൂ. ഇപ്പോൾ നോക്കൂ, ഇനി നമുക്ക് ചമ്മന്തി റെഡി ആയില്ലോ, നമ്മുടെ തേങ്ങാ ചട്നി റെഡി ആയിട്ടുണ്ട്. കട്ട തേങ്ങാ ചട്നി തന്നെ വേണം കേട്ടുള്ളൂ. ഇനി നമുക്ക് ഈ മാവിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു സവാള, ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു 10 ചെറിയുള്ളിയാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. ചെറിയ ഉള്ളി ഇല്ല എൻ്റെ കയ്യിൽ, അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ സവാള, പിന്നെ ചതച്ച നമ്മുടെ ചുമന്ന മുളക്, കറിവേപ്പില, പിന്നെ നമ്മൾ കുതിർത്ത് വെച്ച നമ്മുടെ കടലപ്പരിപ്പ്. അപ്പോൾ നമ്മുടെ ചാനലിൽ തൊട്ടുപുരട്ടി, വരട്ടി, ഉലുവദോശ, അങ്ങനെ കുറേ കറുപറ ദോശയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, കണ്ടു നോക്കൂ. അപ്പോൾ ഞാൻ നമ്മൾ കടലപ്പരിപ്പ് ചേർത്തി, ചതച്ച മുളക്, കറിവേപ്പില, സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കേണ്ട കേട്ടുള്ളൂ. പിന്നെ 1 സ്പൂൺ കായപ്പൊടി ചേർത്തിക്കോളൂ. നമ്മൾ പരിപ്പല്ലേ കൂടുതലിടുന്നത്, അപ്പോൾ കായപ്പൊടി ഡൈജസ്റ്റ് ആവാനൊക്കെ നല്ലതാണ്. അപ്പോൾ എന്തായാലും കായപ്പൊടി ചേർത്ത് കൊടുക്കൂട്ടുള്ളൂ. ഇനി ഇത് നല്ലോണം കൈകൊണ്ട് തന്നെ കുഴയ്ക്കണം, നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് നല്ല മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഉഴുന്നുവട ഉണ്ടാക്കണ ആ മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒട്ടും വെള്ളം ഉണ്ടാവരുത് കേട്ടുള്ളൂ. അപ്പോൾ ഈ അടത്തട്ടി നമ്മൾ സാധാരണ ഇങ്ങനെ കല്ലിൽ പരത്തിയൊക്കെ ഉണ്ടാക്കും, പക്ഷേ അതിൻ്റെ മിക്സ് കൂട്ട് വേറെയാണ്, ഈ വരളിയുടെ കൂട്ട് വേറെയാണ്. വീട്ടിലും പല രീതിയിലാണ് കേട്ടോ വറളി ഉണ്ടാക്കുക. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ വറളിയാണ്. ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊരു നല്ല വാഴയിലയിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട്, മാവ് വെള്ളമായി കഴിഞ്ഞാൽ ഇതുപോലെ പരത്താൻ പാടായിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ പറയണത് ഒട്ടും വെള്ളമില്ലാണ്ട് കട്ടിയായിട്ട് മാവരച്ചെടുക്കും കേട്ടുള്ളൂ. എന്നിട്ട് ഇതിങ്ങനെ തൊട്ടിട്ട് നമ്മുടെ വാഴയിലയിൽ വെളിച്ചെണ്ണ പുരട്ടണം, എന്നിട്ട് അതിലിങ്ങനെ പരത്തി കൊടുക്കണം. എനിക്ക് കിട്ടിയ വാഴയില വളരെ ശോകം, കാരണം വേനൽക്കാലത്ത് ഇവിടെ വാഴ തന്നെ കരിഞ്ഞു പോയി എല്ലായിടത്തും. അപ്പോൾ ഒരു കഷ്ണമാണ് എനിക്ക് ആകെ ഒരു വാഴയില കിട്ടി. ഈ വാഴയില കൊണ്ട് വേണം എനിക്ക് 5 എണ്ണം ഉണ്ടാക്കാൻ. അപ്പോൾ ഇതുപോലെ പരത്തിയിട്ട് നമ്മളുടെ ചൂടായ ദോശക്കല്ലിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു 2 സെക്കൻഡ് വെക്കണം കേട്ടോ, എന്നിട്ട് വേണം മെല്ലെ ഈ വാഴയുടെ ഇല ഇതുപോലെ എടുത്തോളൂ. ഈ വാഴയുടെ ഇലയിൽ തന്നെ നമുക്ക് വേറെയും ഉണ്ടാക്കാം. നിങ്ങൾക്ക് നിറയെ വാഴയില ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് വേറെ പരത്തി വെച്ചോളൂ കേട്ടോ. എനിക്ക് ഒരൊറ്റ വാഴയുടെ ഇല കൊണ്ടാണ് ഞാൻ എല്ലാം ഉണ്ടാക്കാൻ പോണത്. ഇത് അധികം ഒന്നും കഴിക്കാൻ പറ്റില്ല, ഒരാൾക്ക് ഒരെണ്ണം തന്നെ മാക്സിമം കഴിക്കാൻ പറ്റുള്ളൂ. ഇത് നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചോട്ട് അടച്ച് വെച്ച് വേവിച്ച് മുരിച്ചെടുക്കണം. എന്നിട്ട് നല്ല ചായയുടെ കൂടെ ഒരു കഷ്ണം ഒരു വറളി ചെറുത് കേട്ടോ, നന്നായിട്ട് കട്ട ചമ്മന്തിയിൽ മുക്കി നല്ല ചൂടായിട്ട് കഴിക്കണം. ഞങ്ങൾക്കൊന്നും ഇതൊരു ഫുൾ വറളിയൊന്നും ചെറുപ്പത്തിൽ കുട്ടികൾക്ക് തരില്ല, ഇതൊരു കഷ്ണേ തരുള്ളൂ, കാരണം അത്രേ ആവശ്യമുള്ളൂ വയറ് നിറയെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒക്കെ. അപ്പോൾ ഇത് പണ്ടാണെങ്കിൽ നല്ല അടുപ്പിൽ നല്ല ഇരുമ്പ് ദോശക്കല്ലിൽ വെച്ചിട്ട് നല്ലോണം മുരിച്ചുണ്ടാക്കും.
അപ്പം ഞാൻ ഏകദേശം അത്രയൊക്കെ തന്നെ മുരിച്ചെടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ വരളി സെറ്റായിട്ടുണ്ട്. എല്ലാത്തിനും ഒരേ ഷേപ്പ് കിട്ടണമെന്ന് വാശി പിടിക്കരുത്, കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇത് നമ്മളുടെ കട്ട തേങ്ങാ ചമ്മന്തിയും. അപ്പോൾ നന്നായിട്ട് എൻ്റെ ഏകദേശം നല്ല വട്ടമൊക്കെ ഒത്തു വന്നിട്ടുണ്ട് ആദ്യത്തെ 1-2 പിന്നെ നമ്മൾ 1-2 കൂടുതൽ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി ശ്രദ്ധ കുറയുമല്ലോ. അങ്ങനെ ആകുമ്പോൾ അവസാനത്തിന് ഇത്തിരി ഷേപ്പൊക്കെ മണക്കം വന്നിട്ടുണ്ട്, ഏണാകോണി ആയിട്ടുണ്ട്. പക്ഷേ ഇതാ നല്ല അത്യാവശ്യം നല്ല ഭംഗിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്, നല്ല മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ഇതൊരു കഷ്ണം നമ്മുടെ വരളി ഇങ്ങനെ പൊട്ടിക്കുക, മുരിഞ്ഞ കഷ്ണം നല്ല കട്ട തേങ്ങാ ചമ്മന്തിയിൽ മുക്കുക, വായിലിടുക, ഒരു നല്ല ചായയും കുടിക്കുക. ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പോൾ ശരി കേട്ടോളൂ, ബൈ.